ഫുൾ ഓൺ കയറും വണ്ടി. ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. ഡീസൽ ആണ്, ഹൈബ്രിഡ് ആണ്. 2.4 ഡീസൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. ഓഫർ പ്രൈസിൽ കൊടുക്കണം. റമദാൻ ഓഫർ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓൺ നല്ല കമ്പനി സർവീസ്. 5,000 കൂടുമ്പോൾ ചെക്കിങ്. ഒരു 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് നല്ല ഫാൻസി നമ്പർക്ക് വരുന്ന വണ്ടി ഡീസൽ വണ്ടിയാണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? 11,80 കൊടുക്കാം. വെറും 50,000 കിലോമീറ്റർ ഓടിയ VXI. അതായത് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിരിക്കണേ, സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 2022 VXI ഓട്ടോമാറ്റിക് വണ്ടി. ഫുള്ള് കമ്പനി സർവീസ്. അതും ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തത് നമുക്കൊരു 7 സീറ്റർ ആണ്. അത് മാരുതി എർട്ടിഗ അല്ലേ? ഡീസലാണ്. സോ നമുക്ക് ഇന്ന് കമ്പനി പോയപ്പോലും കിട്ടില്ല, കാരണം ഡീസൽ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഹൈബ്രിഡും ആണ്. അപ്പോൾ ഒരു 7 സീറ്റർ ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സെൻട്രൽ AC, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഹൈബ്രിഡ് വണ്ടിയാണ്. 3,75,000 രൂപ കൊണ്ട് 3,75,000 പൊട്ടിച്ചു കൊടുക്കുന്ന പ്രൈസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയ സമയത്ത് 10-20 ലക്ഷം രൂപ വന്നിരുന്ന ഒരു വാഹനമാണ്. 3 ലക്ഷത്തി ടയർ പുതിയ ടയറും ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കണ്ട. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, നല്ല കംഫർട്ടും കിട്ടുന്ന വാഹനമാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXI ആണ്, പെട്രോൾ ആണ്. സോ ബേസിക്സ് വേരിയന്റ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. അത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഫുള്ള് കമ്പനി സർവീസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 റുപ്യ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതും അതിന്റെ 4th ജെന്നില് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം. പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വാഹനം അല്ലേ? 80,000 രൂപ കൊടുക്കാം. 280 കേട്ടോ. ചെറിയ പ്രൈസിനാണ് ഒരു ഡീസൽ വണ്ടി കേട്ടോ. ഏകദേശം നമുക്ക് ഇതൊരു 10-60 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. നല്ലൊരു മൈലേജ് ഇടുന്ന ഒരു ഓട്ടോമാറ്റിക് ഉണ്ടാവും അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? 50,000 രൂപ വണ്ടി ഡീസലാണ്. സോ ഏകദേശം നമുക്ക് 24 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഗ്രാൻഡ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 സെക്കൻഡ് ഓണർഷിപ്പ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് വാഹനം നോക്കുന്നവർക്ക് തവണ ഗംഭീര ചാകരയായിട്ടാണ് ഇത്തവണ ടിൻസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എല്ലാ റേഞ്ചിലും നല്ല SUV-കള്, ഹാച്ച് ബാക്കുകള്, നല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള ഒത്തിരി നല്ല വാഹനങ്ങൾ, അത് നമുക്ക് സാധാരണക്കാരന്റെ ബഡ്ജറ്റ് പ്രൈസിൽ കൊടുക്കാന്നാണ് നസീമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നസീമ, നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിൻസ്ഡ്രൈവിന്റെ മലപ്പുറം വണ്ടൂര് ചെറുകോട് 28. അപ്പൊ 7 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്, എല്ലാ ഐറ്റത്തിലും വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വണ്ടി ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി എടുക്കലില്ല. അപ്പൊ 100% നമുക്ക് ഗ്യാരണ്ടി പറയാം. അത്തരം വണ്ടികൾ ഇപ്പൊ നമുക്ക് നിലവിൽ ഈ ഷോറൂമിൽ ഇല്ല. അപ്പൊ അതാണ് നമുക്ക് കൊടുക്കുന്ന ട്രസ്റ്റ്. സോ നമുക്ക് മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് വണ്ടികൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സോ അത് ഗ്യാരണ്ടിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇന്ന് കംഫർട്ട് പ്ലസ് മൈലേജ്. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി വന്ന് തുടങ്ങാം അല്ലെ? ഏതാ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ? വണ്ടികളുണ്ട്. ഹോണ്ടയുടെ ജാസ്. മെയിൻ്റെനൻസ് കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടെ തന്നെ നമുക്ക് ഇതാണ് CNG ഓൾറെഡി ആഡഡ് ആണ്. സോ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നല്ല മൈലേജ് കിട്ടും, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് നമുക്ക് റിയറിൽ വൈപ്പർ, കമ്പനി അലോയ്സ്, നല്ല സ്പേസസ് ആണ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനം. എന്തെങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡല്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓക്കെ. സോ നമുക്ക് CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ ലോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരും. സോ നല്ല കംഫർട്ടും കാര്യങ്ങളും, കൂടെ തന്നെ CNG ആഡർ ആണ്. അതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു അടിപൊളി വാഹനം. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു ഓടിയിട്ടുള്ളത്? ഇത് 90,000 കിലോമീറ്റർ. മോഡൽ പറഞ്ഞ 2017 ഓട്ടോമാറ്റിക് CNG ഫുൾ ഓപ്ഷൻ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് 5.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. 5.5 ലക്ഷം രൂപ ചെറിയൊരു പ്രൈസിന് നമുക്ക് ഒരു നല്ലൊരു മൈലേജ് ഇടുന്ന ഒരു ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ ഇനി ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ വേണമെന്നുള്ളവർക്ക് ഇതാണോ ഒരു പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു ഹുണ്ടായുടെ എലൻട്ര ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്, എന്നാൽ കംഫർട്ടും നല്ല പെർഫോമൻസും എന്നാൽ ഒരു ബഡ്ജറ്റ് പ്രൈസിനും കൊടുക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷന്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വാഹനമാണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ്. ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുപോകാം. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,75,000 രൂപ കൊണ്ട് 3,75,000 പൊട്ടിച്ചു കൊടുക്കുന്ന പ്രൈസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയ സമയത്ത് 10-20 ലക്ഷം രൂപ വന്നിരുന്ന ഒരു വാഹനമാണ്. 3 ലക്ഷത്തി ടയർ പുതിയ ടയറും ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കണ്ട. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, നല്ല കംഫർട്ടും കിട്ടുന്ന വാഹനമാണ്. ലാസ്റ്റ് നമുക്ക് 3,75,000
75,000 രൂപ കൊടുക്കും. മാക്സിമം ലോണും ചെയ്യാം. അതെ. അടുത്ത ഒരു 7 സീറ്റർ വാഹനമാണ്. എന്നാൽ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ഹോണ്ടയുടെ വാഹനമാണ്. ടയറൊക്കെ നോക്കി നിങ്ങൾ പുതുപുത്തൻ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. 7 സീറ്റർ ആണ്. മെയിൻ്റെനൻസ് കുറവാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്ന ഒരു ഹോണ്ട BRV പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനും വേണ്ട. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 സെക്കൻഡ് ഓണർഷിപ്പ്, ഏറ്റവും ഫുള്ളോട് 1.5. നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വാഹനം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ലാസ്റ്റ് 5,90,000 രൂപ. 5,90,000 ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് 7 സീറ്റർ വണ്ടിയില്ല. ഏകദേശം ഒരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്തത് പെർഫോമൻസും നല്ല മൈലേജും നല്ല കിഡിലും ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹുണ്ടായുടെ എലൈറ്റ് i20. AC വെന്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും. മൈലേജ് നോക്കുന്ന 18-20 മൈലേജും കിട്ടുന്ന ഒരു ആസ്റ്റ വണ്ടിയില. എലൈറ്റ് i20 ആസ്റ്റ ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 സെക്കൻഡ് ഓണർഷിപ്പ്, 1.20 ഫുൾ കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് 5,400 കൊടുക്കാം. 5,400 ഡീസൽ വണ്ടി. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയും കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. സിറ്റി എന്നും നമുക്ക് ഒരു ഹരാണ്. കാരണം ഇത് നമുക്ക് ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതും അതിന്റെ 4th ജെന്നില് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡല്. 14 മോഡൽ 15 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. ഡീസൽ കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ. 4th ജെന്നിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. നല്ല സ്പേഷ്യസ് ആണ്. മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് എഡിഷൻ. ബ്ലാക്ക് എഡിഷൻ ആണ്. 5 ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി. അതും നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം ട്രാക്കിന്റെ ഒരു 19 രൂപ വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്കൊരു കിഡിലും വെർണയാണ്. നല്ല പെർഫോമൻസും നല്ല മൈലേജും കംഫർട്ടും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. അത് വൈറ്റ് ഫിനിഷിംഗില്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡൽ. 2013 മോഡൽ വണ്ടിയില്. നല്ല അടിപൊളി ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. മൈലേജും കംഫർട്ടും 1.6 ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും വരുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.25 ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഡീസൽ മാനുവൽ ആണ്. സോ നമുക്ക് ക്രറ്റൊക്കെ കിട്ടുന്ന ആ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന സിയാടെ എഞ്ചിനാണ് വരുന്നത്. മൈലേജ് വെക്കുന്നത് 18-20 മൈലേജും കിട്ടൂല. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,25,000 രൂപ കൊടുക്കും. ചെറിയ പ്രൈസിന് അങ്ങ് കൊടുത്തു ഒഴിവാക്കണം. ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയില്ല. ഏകദേശം 19 രൂപ വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും നമുക്കൊരു സിറ്റിയാണ്. ഇത് നമുക്ക് വരുന്നത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 1.30 ഓട്ടം ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. 10 നമ്പർ ആക്കിയാണ്ട് കൊടുക്കാം. നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അതെ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.30 ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വണ്ടി. 6,21,000 രൂപക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 6,4 ലക്ഷം രൂപക്ക് നമ്പർ ആക്കിയിട്ട്. മോഡൽ പറഞ്ഞ 2017 മോഡൽ. 17 മോഡല് ആണ്. നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്ത തവണ നമുക്കൊരു ഫോക്സ് വാഗൻ ആമിയോ. അതായത് നമുക്ക് പോളോയുടെ എഞ്ചിനും ആ ഒരു പെർഫോമൻസും മൈലേജും എന്നാൽ സ്പേസും നോക്കുന്ന നല്ല സ്പേസും കിട്ടുന്ന ഒരു കിടിലൻ വാഹനം. ഡീസൽ വാഹനമാണ്. 1.5 നല്ല പെർഫോമൻസും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. പുതിയ ടയറും സ്ക്രീന് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തത് എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 3,80,000 രൂപ കൊടുക്കും. 3.80. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവൻ ആണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. അത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഫുള്ള് കമ്പനി സർവീസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 റുപ്യ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആണ്. ഡീസൽ 7 സീറ്ററിലൊരു SUV 500 മഹീന്ദ്ര അല്ല. സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ W8. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ ആണ്. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. സെക്കൻഡ് ഓണർ. ഓക്കെ. കിലോമീറ്റർ കാര്യം 85,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. A to Z സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. അതും സെക്കൻഡ് ഓൺഷിപ്പ്. എംഹോക്കിന്റെ എഞ്ചിനാണ്. താറിന്റെ എഞ്ചിനാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? എത്ര രൂപ ചെയ്യാൻ പറ്റും?
5,77,000 രൂപ. 5,75. അതൊക്കെ ചെറിയൊരു പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. ഏകദേശം ഒരു 10,000 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വാഹനങ്ങളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇനി അത്യാവശ്യം നമുക്ക് ഒന്നുകൂടെ നമ്മൾ പോകുന്നത് ബഡ്ജറ്റ് പ്രൈസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അത് അടുത്ത തവണ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വാഹനമാണ്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. അതൊരു ബഡ്ജറ്റ് പ്രൈസിന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡല് LD എന്ന് വീഡിയോക്ക് കൺവേർട്ട് ചെയ്ത വാഹനം. ഓക്കെ. പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. ഏകദേശം 18-20 മൈലേജും കിട്ടും. മാരുതിന്റെ വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടതാണൂല. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. LCD സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2,80,000 രൂപ കൊടുക്കാം. 2,80,000 കേട്ടോ. ചെറിയ പ്രൈസിനാണ് ഒരു ഡീസൽ വണ്ടി കേട്ടോ. ഏകദേശം നമുക്ക് ഇതൊരു 10-60 രൂപ വണ്ടി. ചെറിയൊരു പ്രൈസ് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വലിയൊരു വാഹനം വേണ്ടെന്നവർക്ക് ഏകദേശം 24 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന നിസാന്റെ സണ്ണിയാണ്. സ്പേസ് നോക്കി നിങ്ങൾ ഫുട്ബോൾ കളിച്ചുള്ള സ്ഥലം ഉണ്ടെന്ന് അറിയാലോ. അതെ. അതും നമുക്ക് റിയൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കമ്പനി ഇൻബിൽറ്റ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല്, 3rd ഓണർഷിപ്പ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2,70,000 രൂപ കൊടുക്കാം. ചെറിയ പ്രൈസിന് വലിയൊരു വാഹനം കൊടുക്കുകയാണ്. 24 കിലോമീറ്റർ വരെ ലോങ് മൈലേജ്. ഒരു 3.4 ആ ലെവലിലൊക്കെ പോണ വണ്ടിയാണ്. ഓഫർ പ്രൈസിൽ കൊടുക്കണം. റമദാൻ ഓഫർ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യും. അതാണ് നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്. ഗ്രാൻഡ് ആയിട്ടുണ്ട് അല്ലേ? ഇത് ഡീസൽ ആണോ അത് പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. ഡീസലാണ്. സോ ഏകദേശം നമുക്ക് 24 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഗ്രാൻഡ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2015 സെക്കൻഡ് ഓണർഷിപ്പ്, 1,20,000. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. മൈലേജും ഡീസൽ തന്നെ നല്ല കംഫർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,10,000 ചെയ്യാം. 3,10,000 ഗ്രാൻഡ് ഐറ്റൻ ആണ്. സോ നമുക്ക് നല്ല മൈലേജ് കിട്ടും. 3,10,000 3,10,000 കൊടുക്കും ചെയ്യാം. ഒരു 14 രൂപ വേണ്ടി ഇറങ്ങും ചെയ്യാലോ. എഗെയിൻ വീണ്ടും ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മളെ വണ്ടിയല്ലത്, നമുക്ക് പാർക്കിംഗ് സെയിൽ വന്നാണ്. ഉണ്ടാണല്ലേ? ഇത് നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2011 മോഡല്. ഇത് 2.4. ചെറിയൊരു പ്രൈസ് നമുക്ക് വണ്ടി കൊടുക്കാം. അത് വീണ്ടും നമുക്ക് അഗൈൻ ഒരു SUV 500 തന്നെയാണ്. അതും സിൽവർ ഫിനിഷിംഗ് ആണ്. W8 തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 സെയിം മോഡലാണ്. സെയിം മോഡൽ നേരത്തെ പരിചയപ്പെട്ട സെയിം മോഡൽ. ഫുൾ ഓപ്ഷൻ. അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് പാലക്കാട് രജിസ്ട്രേഷൻ ആണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? ഇത് 5,70,000 രൂപ. 5,75. നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്കൊരു ജനപ്രിയ മോഡൽ സ്വിഫ്റ്റ് ആണ്. അതും ഓട്ടോമാറ്റിക് ആണ്. വൈറ്റ് ഫിനിഷിംഗിൽ ഡുവൽ ജെറ്റ് VVT-ലൊക്കെ വരുന്ന ഒരു കിടിലൻ ഐറ്റം. ടയറൊക്കെ നോക്കി പുതുപുത്തൻ ടയേഴ്സ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡൽ സെക്കൻഡ് ഓണർ, വെറും 50,000 കിലോമീറ്റർ ഓടിയ VXI. അതായത് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിരിക്കണേ എല്ലാം വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 2022 VXI ഓട്ടോമാറ്റിക് വണ്ടി. ഫുള്ള് കമ്പനി സർവീസ്. അതും ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. KL10 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം ട്രാക്കിന് ഒരു 50 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തതാണ് നമുക്കൊരു കിടിലൻ ഇന്നോവയാണ്. അതും Type 4 സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 മോഡല് G4 റീ രജിസ്ട്രേഷൻ നമ്പറാക്കിയ വണ്ടി. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ റിയറിലൊക്കെ നോക്കി നിങ്ങൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് ഒരു വാഹനം കൊണ്ടാവും. ഏകദേശം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല. ഡ്രസ് ആണല്ലേ? ഏകദേശം നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. അതിനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡല് VXI, വെറും 40,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ.
40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXE ആണ്, പെട്രോൾ ആണ്. സോ BS6 വേരിയന്റ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? 7,40,000 രൂപ. ഒരു 40 രൂപ വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത ഡീസൽ തന്നെ, അതും ഹൈബ്രിഡില് വലിയൊരു വാഹനം നോക്കുന്നവർക്ക് നമ്മുടെ ഒരു സെമി പ്രീമിയം ലെവലിൽ നെക്സ ചാനൽ വഴി വരുന്ന ഒരു വാഹനമാണ് സിയാസ്. അല്ല, ആ കോസ്റ്റ്ലി ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡുവൽ ടൂൺ ആണ്. സ്പേസ് നോക്കി നല്ല സ്പേസസ് ആണ്. ബാക്കിൽ AC വെന്റ് വരുന്നുണ്ട്, ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് ഡീസലിൽ 20 മുകളിൽ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു? 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, VDI. 5,75,000 രൂപ കൊടുക്കാം. 5,75,000 നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി? ഫുള്ള് കമ്പനി സർവീസ്. 5,000 കൂടുമ്പോൾ ചെക്കിംഗ് ഉണ്ട്. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് 5,70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ഡീസലാണ്, മൈലേജ് ഉണ്ട്, സർവീസ് പക്ക ആയിട്ടുള്ള വണ്ടി. അടുത്ത പ്രീമിയം സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. സെൽട്ടോസ് SUV ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അത് ന്യൂ ഫേസ്, അതേപോലെ ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. പക്ക വൈറ്റിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡല്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന HTK+. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഒരു പുതിയൊരു ഷേപ്പിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അലോവീല് കാര്യങ്ങൾ, 4 വീലിനും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? 11,80 കൊടുക്കാം. 11,80 ഓഫർ പ്രൈസ് ആണ്. ഏകദേശം ഒരു 19 രൂപ വണ്ടി. ഫാൻസി നമ്പറും ഉണ്ട്. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു എലൈറ്റ് i20 തന്നെ വരുന്നത്. നേരത്തെ നമ്മളൊരു ഗ്രേ ഫിനിഷിംഗ് ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് ഇറങ്ങിയൊരു കളറാണ് ഈ ഒരു റെഡ്. ടയറൊക്കെ നോക്കി ഫുൾ കട്ട് ടയേഴ്സ്. ഏറ്റവും ടോപ്പ് ലോഡാണ് അത് വണ്ടി വരുന്നത്. ടോപ്പ് ലോഡാണ്. ആസ്തയാണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അങ്ങനെ A to Z നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം. അതിനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 5 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ ചെയ്യാലോ. അടുത്തത് നമുക്കൊരു 7 സീറ്റർ ആണ്. അത് മാരുതി എർട്ടിഗ അല്ലേ? ഡീസലാണ്. സോ നമുക്ക് ഇന്ന് കമ്പനി പോയപ്പോലും കിട്ടില്ല, കാരണം ഡീസൽ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഹൈബ്രിഡും ആണ്. അപ്പോൾ ഒരു 7 സീറ്റർ ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സെൻട്രൽ AC, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഹൈബ്രിഡ് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 5,65,000 രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. കിലോമീറ്റർ 5,800 ഫാൻസി നമ്പറും. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 1,20,000 ഫുള്ള് കമ്പനി സർവീസുള്ള സർവീസ് കഴിഞ്ഞും ചെയ്തു. ഓക്കെ, ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 5,10,000 ഇതിന്റെ ഫിനാൻസ് തന്നെ കയറും. ഒരു 60,000 പെൻഡിങ് വണ്ടി ഇറക്കാം അല്ലേ? അടുത്തൊരു വീണ്ടും ഒരു പിന്നെ ബ്രസ്സാണ്. നേരത്തെ നമ്മൾ പെട്രോൾ ആയിരുന്നെങ്കിൽ അത് ഡീസൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2017 സിംഗിൾ ഓണർഷിപ്പ്. ഓ, അതാണ് ഹൈലൈറ്റ് അല്ലേ? ഇത്രയും കാലമായിട്ട് ഡുവൽ ടൂൺ ആണ്. കമ്പനി ഇൻബിൽറ്റ് ആയ ഡുവൽ ടൂൺ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 ZD+ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ 1,10,000 ഫുള്ള് കമ്പനി സർവീസ്. എത്ര പേ ചെയ്യാൻ പറ്റും? 7,40,000 രൂപ ചെയ്യാം. മാക്സിമം പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 19 രൂപ വണ്ടി ഇറക്കാൻ ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു മാരുതിന്റെ ഒരു കിള്ളം SUV ആണ്. അത് നമുക്ക് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത്രയും ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് S-Cross. അതും വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 സിംഗിൾ ഓണർ, ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടി. അതും ഡീസൽ വണ്ടിയാണ്. സോ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഹൈബ്രിഡും ആണ്. സോ നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീസലിൽ ഒരു കിട്ടുന്ന SUV. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ലാസ്റ്റ് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? വണ്ടി ഫുൾ ഓൺ കയറും. വണ്ടി ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. ഡീസൽ ആണ്, ഹൈബ്രിഡ് ആണ്. കിലോമീറ്റർ പറഞ്ഞത് 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ അല്ലേ? ഇങ്ങനെ വീണ്ടും നമുക്കൊരു ഇന്നോവ തന്നെയാണ്. നേരത്തെ വൈറ്റ് സിൽവർ ആയിരുന്നു, ഇതൊരു ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ, ഒറിജിനൽ റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വണ്ടി. V ഓപ്ഷൻ ആണ്. ഓക്കെ,
അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി അതെ അതെ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 95,000 കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് 1,95,000 കിലോമീറ്റർ. 195. അതെ അതെ അതെ. അപ്പോൾ എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല വണ്ടി? മെക്കാനിക്കലി ഫിറ്റ് ആണ്. ഫിറ്റ് ആണല്ലേ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? KL 13 നമ്പർ ആക്കിയ വണ്ടിയാണ്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം ഒരു 10,000 രൂപ വണ്ടി ഇറങ്ങും. എഗെയിൻ വീണ്ടും നമുക്ക് മൂന്നാമതും അല്ലേ, നമ്മളൊരു എലൈറ്റ് i20 ആണ്. ഇത് ഡുവൽ ടൂൺ ആണ്, സിൽവർ ആണ്. മൂന്നാമത്തെ കളർ ഓപ്ഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസൽ 18-20 മൈലേജും കിട്ടും. നമുക്ക് ഫുള്ളോട് വണ്ടിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 5,55,000 രൂപക്ക് ചെയ്യാം. 555 ട്രാക്കിന് ഫുൾ മാക്സിമം ഒരു 19 രൂപ വണ്ടി 60,000 റുപ്യക്ക് വണ്ടി ഇറങ്ങാം. എഗെയിൻ വീണ്ടും നമുക്ക് മൂന്നാമതും സിറ്റി തന്നെയാണ് വരുന്നത്. വൈറ്റ് കഴിഞ്ഞു, ബ്ലാക്ക് കഴിഞ്ഞു, ഇനി അടുത്തത് സിൽവർ ഫിനിഷിങ്. ഇത് ഡീസൽ തന്നെയാണ്, 24 വരെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡലാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ വരുന്നത് എസ് ആണ്. ഓക്കെ, പിന്നെ വീല് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇട്ടതാണ്. ഓക്കെ, പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, എത്ര? 5 ലക്ഷം രൂപ? ഒരു 5,30,000 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ടെൻസ് ഡ്രൈവിലായിരുന്നു. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റിയിലും ഡീസലിൽ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൽ അത് വിത്ത് CNG ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. 7 സീറ്റർ SUV-കളൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് ബേസിലുണ്ട്. സോ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് 28 അപ്പോൾ ഇവരെ ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മുടെ ടിൻസ് ലൈവിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതേപോലെ നമ്മൾ ഓട്ടോടെക്കിൻ്റെയും നിങ്ങൾ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓഫർ പ്രൈസ് ഒക്കെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇവരെ പേജ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കൂടാതെ വൈകാതെ നമ്മളൊരു ഗംഭീരമായ ഒരു ഗിവ് വരാൻ പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്തോളി. അപ്പോൾ അടിപൊളി പൊളപ്പം ഒരു ഗിവ് ആണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ നിന്നോളി. പണിപ്പുരയിലാണ് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞോടുകൂടി അല്ലേ സാധനം നമ്മൾ പൊട്ടിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തോളി. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടുന്നവർ വീണ്ടും കാണാം. റിയാസ് NSC സൈനിങ് ഓഫ്.